Hello students, today we are going to discuss about the topic that is solid sequencing. നിങ്ങളുടെ syllabusൽ after 454 pyrosequencing and Illumina sequencing or Solaxer sequencing, solid sequencing method has been given. So solid Illumina sequencing method എന്ന് പറയുന്നത് sequencing by synthesis ആയിരുന്നു അല്ലേ? The solid sequencing എന്ന് sequencing by ligation ആണ്. Or we can call it a sequencing by oligonucleotide ligation and detection. അതായത് ligation എന്ന് പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ DNA synthesis molecular biology പഠിച്ചിട്ടുണ്ട് അല്ലെ? അവിടെ ligation എപ്പോഴാണ് നടക്കുന്നത്? രണ്ട് ന്യൂക്ലിയോടൈഡ്സ് അല്ലെ, ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ബൈൻഡ് വന്ന് അടുത്ത നെക്സ്റ്റ് DNTPs വരുമ്പോൾ that two nucleotides should be connected അല്ലെ, that should be connected by forming phosphodiester bond. ആ ഒരു enzyme which is involved in creating that phosphodiester bond or ligating two deoxynucleotides is known as DNA ligase. അങ്ങനെ രണ്ട് deoxynucleotides ബൈൻഡ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ phosphodiester bond ഫോം ചെയ്ത് എക്സ്റ്റൻഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു enzyme ആണ് DNA ligase. സോ ആ എൻസൈമിന്റെ മെക്കാനിസം അല്ലെങ്കിൽ ആക്ടിവിറ്റി ആണ് സോളിഡ് സീക്വൻസിങ് മെത്തേഡിൽ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. സോളിഡ് സീക്വൻസിങ് മെത്തേഡിൽ നമുക്ക് സ്ലൈഡ്സിൽ കാണുന്നത് പോലെ തന്നെ 5 മെത്തേഡ് അല്ലെങ്കിൽ 5 സ്റ്റെപ്സ് ഉണ്ടെന്ന് പറയാം. The first one is sample preparation. As we know that all sequencing മെത്തേഡിലും ഒരു സാമ്പിൾ പ്രിപ്പറേഷൻ ഉണ്ട്. അതായത് എക്സാക്ട് DNA, അത് ലോങ് DNA ബ്രേക്ക് ചെയ്യും, ഫ്രാഗ്മെന്റ് ചെയ്യും അല്ലെ. ചില സീക്വൻസിങ്ങിൽ അഡാപ്റ്റേഴ്സ് ബൈൻഡ് ചെയ്യിപ്പിക്കും, അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. അതെന്ന് പറയുന്നത് എമൽഷൻ PCR ആണ്. അത് നമ്മൾ പ്രീവിയസ് പൈറോ സീക്വൻസിങ്ങിൽ കണ്ടായിരുന്നു. And then third step is ligation chemistry, which utilizes the enzyme DNA ligase. Fourth and fifth is about result analysis and getting the results and all. The imaging and data analysis. So next slides നമുക്ക് ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് കാണാം. Solid sequencing is enzymatic method of sequencing which uses DNA ligase enzyme. So DNA ligase mechanism എന്താണ്? നമ്മൾ molecular biology പഠിച്ചിട്ടുണ്ട്, DNA replication പഠിച്ചിട്ടുണ്ട്. DNA ligase എന്ന enzyme ആണ് ligation process നടത്തുന്നത്. അതായത് രണ്ട് deoxyribonucleotides ഉണ്ട്. ഒരു ആഫ്റ്റർ പ്രൈമറി അറ്റാച്ച്മെന്റ് കഴിഞ്ഞ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNTP വരും, അത് വന്ന് ബൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് നടത്തും, അടുത്ത ബേസ് വരും. ആൻഡ് ദാറ്റ് ബേസ്, രണ്ട് ബേസ് തമ്മിൽ ഒരു കണക്ഷൻ വേണം അല്ലെ. ആ കണക്ഷൻ വന്നാലാണ് അടുത്തൊരു ബേസിന് വരാൻ പറ്റുള്ളൂ, DNA പൊളിമറൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ രണ്ട് DNTPs തമ്മിൽ ബൈൻഡ് ചെയ്യുന്നത് ലൈഗേഷൻ മെക്കാനിസം ആണ്, ബൈ ഫോമിങ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് DNA ligase. സോ അതാണ് ഈ സോളിഡ് സീക്വൻസിങ്ങിലെ മെക്കാനിസം അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറയുന്നത്, മെയിൻ മെക്കാനിസം. നമ്മൾ ഡിഫറെന്റ് സ്റ്റെപ്സ് ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടായിരുന്നു അല്ലെ, ഡിഫറെന്റ് സ്റ്റെപ്സ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? DNA സാമ്പിൾ പ്രിപ്പറേഷൻ. നമുക്കറിയാം DNA ഒരു ലോങ് ആയിട്ടുള്ള സീക്വൻസ് ആണ്, കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് ചെയ്യണം. അപ്പോൾ സീക്വൻസിങ്ങിന് അപ്പോഴാണ് നമുക്ക് ആക്യുറസി കൂടാം. സോ ഓരോ ഫ്രാഗ്മെന്റും നമ്മൾ സോളക്സയിൽ കണ്ട പോലെ തന്നെ ബോത്ത് എൻഡ്സ്, അതായത് 5' and 3' എൻഡ്സിൽ എന്താണ് അഡാപ്റ്റേഴ്സ് വെച്ചിട്ട് ലൈഗേറ്റ് ചെയ്യിപ്പിക്കണം. സോളിഡ് സീക്വൻസിങ് നമ്മൾ യൂസ് ചെയ്യുന്ന അഡാപ്റ്റേഴ്സ് എന്തൊക്കെയാണ്? P1 and P2. നമ്മൾ ഫ്രാഗ്മെന്റ് ചെയ്തു, അഡാപ്റ്റേഴ്സ് വെച്ച് ബൈൻഡ് ചെയ്യിപ്പിച്ചു. ഇനി അടുത്ത പ്രോസസ് എന്താണ്? എമൽഷൻ PCR നടത്താനുള്ളതാണ്. എമൽഷൻ PCR എപ്പോഴാണ് നടത്തുക? നമുക്ക് DNA of interest which is having two adapters അല്ലെ, ബൈൻഡ് ചെയ്ത two adapters ഉള്ള ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ഒരു ബീഡിൽ ഇമ്മൊബിലൈസ് ചെയ്യിപ്പിക്കാനും. ഇവിടെ നോക്കാം, this is a bead which is having a primer. ഈ പ്രൈമർ എന്താണ്? കോംപ്ലിമെന്ററി ടുവേർഡ്സ് ദ അഡാപ്റ്റർ റീജിയൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്. അപ്പൊ അത് കോംപ്ലിമെന്ററി ആണെങ്കിൽ നമ്മൾ നമ്മുടെ DNA ഫ്രാഗ്മെന്റ് ഈ ബീഡ്സിലേക്ക് അല്ലെങ്കിൽ ബീഡ്സിന്റെ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? അവർ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് നടക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൈബ്രിഡൈസ് ചെയ്തു. പ്രൈമർ ഒബ്സർവ്ഡ് അല്ലെങ്കിൽ പ്രൈമർ അറ്റാച്ച്ഡ് ടു ദ ബീഡ് will hybridize with the adapter sequence of DNA of interest. So അടുത്ത പിക്ചർ നോക്കാം. എന്താണ് നമുക്ക് എന്താണ് കാണാൻ പറ്റുക? ഒരു ഹൈബ്രിഡൈസ്ഡ് ഫോം ഓഫ് DNA of interest with the പ്രൈമർ സീക്വൻസ് ഓഫ് ബീഡ് അല്ലെ. ഇനിയാണ് നമ്മൾ എമൽഷൻ PCR ചെയ്യുന്നത്. ഈ എമൽഷൻ PCR ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക?
ക്ലോണൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് ഫ്രാഗ്മെന്റ്സ് നടക്കും. സോ ഒരു സിംഗിൾ ഫ്രാഗ്മെന്റ് ഒരു ബീഡിൽ. സോ ആ സിംഗിൾ ഫ്രാഗ്മെന്റ് എന്താവും? നൗ വിൽ ബിക്കം മില്യൺസ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ഓൺ എ ബീഡ്. ഡിഫറെന്റ് ഓരോ പ്രൈമറിലും എന്താണ് നമുക്ക് കാണാം? ഓരോ ഫ്രാഗ്മെന്റ്സും ഹൈബ്രിഡൈസ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഓരോ ബീഡ്സിലും ഓരോ ഫ്രാഗ്മെന്റ് മില്യൺസ് കോപ്പീസ് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സ്ട്രക്ചർ നമ്മൾ പറയുന്നതാണ് പോളനീസ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് പോളിമറൈസ് കോളനീസ്. ഈ പോളനീസ് ആണ് ഇനി സീക്വൻസിങ്ങിന് യൂസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം ഈ ബീഡ്സ് എന്താ ചെയ്യും. സോ നൗ വി ആർ ഹാവിംഗ് പോളനീസ് അല്ലെ, ബീഡ്സ് വിത്ത് മില്യൺസ് കോപ്പീസ് അല്ലെങ്കിൽ ക്ലോണൽ ആംപ്ലിഫൈഡ് fragments of DNA അല്ലെ. Now we are going to deposit these beads or the polonies onto the glass surface. Glass surface എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്ലൈഡ്, ആ സ്പെഷ്യലൈസ്ഡ് ഗ്ലാസ് ചേംബർ which is used as an sequencing platform. സോ ആ ഗ്ലാസ് സ്ലൈഡിൽ നമുക്ക് ഒരു ബീഡല്ല ആഡ് ചെയ്യാൻ പറ്റുക, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ബീഡ്സ് ആഡ് ചെയ്യാം, which is having different fragments of the DNA. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഡെൻസിറ്റി ഓഫ് ബീഡ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് പറയാം സോളിഡ് സീക്വൻസിങ് ഹൈ ത്രീപുട്ട് ടെക്നിക് ആണ് ഇവിടെ. സോ ഇങ്ങനെ ഒരുപാട് ബീഡ്സ് അറ്റ് എ ടൈം നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് ഫ്രാഗ്മെന്റ്സ് അറ്റ് എ ടൈം സീക്വൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് we can see that this solid sequencing is a high throughput sequencing technique. So, DNA sample preparation കഴിഞ്ഞു, emulsion PCR കഴിഞ്ഞു, അടുത്ത സ്റ്റെപ്പാണ് സീക്വൻസിങ്. ഈ സീക്വൻസിങ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈബ്രറി ഓഫ് 8-mer പ്രോബ്സ് ആണ് യൂസ് ചെയ്യുക. 8-mer പ്രോബ്സ്. 8-mer പ്രോബ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രീവിയസ് ടെക്നിക്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇലൂമിനിയം അല്ലെങ്കിൽ പൈറോ സീക്വൻസിങ്, സാങ്കർ സീക്വൻസിങ്. സോ അവിടെ നമ്മൾ ആഡ് ചെയ്ത് എന്തായിരുന്നു? DNTPs അല്ലെങ്കിൽ മോഡിഫൈഡ് DNTPs ഒക്കെ അല്ലേ. സോ ഇവിടെ നമ്മൾ ഒരു ലൈബ്രറി ഓഫ് 8-mer പ്രോബ്സ് അല്ലെ, ഇറ്റ്സ് എ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് DNA ബേസിസ് ആണ്. അത് നമുക്ക് കാണാം ഇനി അടുത്ത സ്ലൈഡിൽ എന്താണ് ആ ഡിഫറൻസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് നോൺ ആസ് ലൈബ്രറി ഓഫ് 8-mer പ്രോബ്സ്. വൺ മോർ സ്പെഷ്യാലിറ്റി ഇൻ ദി 8-mer പ്രോബ്സിന്, ഈ 8-mer പ്രോബ്സിന്റെ 5' അല്ലെ, രണ്ട് എൻഡ്സ് ഉണ്ടാവും അല്ലെ, 5' and 3'. 5' എൻഡില് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂറസെന്റ് ടാഗ്സ് അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് ഡൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വേറെ 3' എൻഡിൽ എന്തായിരിക്കും? As usual, hydroxyl group. Okay. നമ്മൾ പറഞ്ഞു 8-mer probes അല്ലെ, അതാണ് സോളിഡ് സീക്വൻസിങ് ഇൻസ്റ്റെഡ് ഓഫ് deoxyribonucleotides. 8-mer probes നമ്മൾ 8 bases ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബേസസ് ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് ആണ് പറഞ്ഞാൽ, ദാറ്റ് ഈസ് കോംപ്ലിമെന്ററി ടു ദ ന്യൂക്ലിയോടൈഡ്സ്. അതായത് ഏത് സീക്വൻസ് അല്ലെങ്കിൽ ഏത് ഫ്രാഗ്മെന്റ് ആണോ നമുക്ക്, അല്ലെങ്കിൽ അതിൽ ഏത് സീക്വൻസ് ആണോ നമുക്ക് സീക്വൻസ് കഴിഞ്ഞ് കിട്ടേണ്ടത്, അതിനോട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള, അതിനോട് ബേസ് പെയറിംഗ് ചെയ്യാൻ പറ്റുന്ന ബേസസ് ആണ് ഫസ്റ്റും സെക്കൻഡ് പൊസിഷനിലുള്ളത്. ഇനി 3 മുതൽ 5, അതായത് 3, 4, 5 ഈ പൊസിഷനിലുള്ള ബേസസ് എന്ന് പറയുന്നത് ഡീജനറേറ്റ് ബേസസ് ആണ്. ആൻഡ് 6, 7, 8 അത് ഇനോസൈൻ ബേസസ് ആണ്. ഈ ഡീജനറേറ്റ് ആൻഡ് ഇനോസൈൻ ബേസസ് എന്ന് പറഞ്ഞാൽ അത് ഏത് ബേസ് ആയിട്ടും, whatever it is, A ആയിക്കോട്ടെ, T ആയിക്കോട്ടെ, G ആയിക്കോട്ടെ, C ആയിക്കോട്ടെ, whatever the bases, it can form a complementary base pairing. So ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. നമുക്കറിയാം 5' എൻഡിൽ എന്തുണ്ട്? ഫ്ലൂറസെന്റ് ടാഗ് അല്ലെങ്കിൽ ഡൈ ഉണ്ട്. ഇതാണ് ഒരു 8-mer പ്രോബിന്റെ കോമൺ അല്ലെങ്കിൽ ജനറൽ സ്ട്രക്ചർ. ഇനി ഇത് ഈ കോംപ്ലിമെന്ററി ബേസസ് ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിലുള്ള കോംപ്ലിമെന്ററി ബേസസ്, അത് ഒരു 16 കോമ്പിനേഷൻ അല്ലെങ്കിൽ 16 ടൈപ്പ് ഓഫ് കോംപ്ലിമെന്ററി ബേസസ് ഉണ്ടെന്ന് പറയുന്നത്. അതനുസരിച്ച് വി ഹാവ് 16 ടൈപ്പ് ഓഫ് 8-mer probes, അല്ലെങ്കിൽ there is a library of 8-mer probes. അപ്പോൾ അതെന്താ നമുക്ക് കാണാം. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമ്മൾ വിൽ കം ബാക്ക് ടു ദിസ് സ്ലൈഡ് അഗൈൻ. ഓക്കെ, ഇതാണ് കളർ സ്പേസ് സ്കോറിംഗ് which is utilized for the result analysis of sequence. ഇതനുസരിച്ച് തന്നെയാണ് we are having 16 interpretation probes അല്ലെങ്കിൽ 16 type of അല്ലെങ്കിൽ 8-mer probes ഉള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബേസ് if we are reading is A, T. So A, T എന്ന് പറഞ്ഞാൽ
ബേസ് ആണ്, കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസ് ആണ് ഏക്കർ പ്രോബിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗീവ് റെഡ് ഫ്ലോറസൻസ്. ഇനി എ ജി ആണെങ്കിലോ ഇറ്റ് വിൽ ഗീവ് യെല്ലോ ഫ്ലോറസൻസ്. എ സി ആണെങ്കിലോ ഇറ്റ് വിൽ ഗീവ് ഗ്രീൻ ഫ്ലോറസൻസ്. എ ആണെങ്കിലോ ഇറ്റ് വിൽ ഗീവ് ബ്ലൂ ഫ്ലോറസൻസ്. അതുപോലെ തന്നെ ഓരോ ബേസ് സൈറ്റോസിനും ഗുവാനിനും തൈമിനും will give different fluorescence accordingly. ഇതനുസരിച്ചാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററോഗേഷൻ പ്രോബ്സ് ആൻഡ് their fluorescent signals കോഡ് ചെയ്തിരിക്കുന്നത്. സപ്പോസ് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. So this is our emulsion bead which is having an attached DNA of interest. ഇവിടെ പ്രൈമർ അനീൽ ചെയ്തിട്ടുണ്ട്, അഡാപ്റ്റർ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് ഇന്ററോഗേഷൻ പ്രോബ് വരാം. ഫസ്റ്റ് പ്രോബ് വന്നു. സോ ഫസ്റ്റ് പ്രോബില് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷനുള്ള ബേസസ് കോംപ്ലിമെന്ററി ടു ദ DNA ഫ്രാഗ്മെന്റ് ഓഫ് ഫസ്റ്റ് DNA ഫ്രാഗ്മെന്റിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ബേസ് ആയിട്ട് കോംപ്ലിമെന്ററി ആണെങ്കിൽ മാത്രമാണ് ഇന്ററോഗേഷൻ പ്രോബ് ഫസ്റ്റ് ടൈം വന്നത് ഇവിടെ അനീൽ ചെയ്യുള്ളൂ. അനീൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താണ്? DNA ലൈഗേസ് എൻസൈം അല്ലെ. സോ അതെന്താണ്? ഇവിടെ ലൈഗേഷൻ നടക്കും, ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. ഫസ്റ്റ് ആഫ്റ്റർ ഫോർമേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഗേറ്റിംഗ് എന്താണ് അടുത്ത പ്രോസസ്സ്? ലൈഗേഷൻ പ്രോസസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഉണ്ടായ 3 ബേസ് ഉണ്ട്, ഇനോസൈൻ ബേസ് അല്ലെ, Z എന്ന് പറയുന്ന ബേസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം യൂണിവേഴ്സൽ ബേസ്. അത് ഇവിടുന്ന് ക്ലീവ് ആവും, leaving behind the 3 degenerate and 2 complementary bases with the DNA fragment. ഇതിവിടെ ക്ലീവ് ചെയ്ത് പോകുമ്പോൾ എന്താണ്? ഏത് ഫ്ലൂറസെന്റ് ഡൈ ആണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്ലൂറസെൻസ് ഡിറ്റക്റ്റ് ആവും. അത് നമുക്ക് സ്ക്രീനിൽ റെക്കോർഡ് ആവും ചെയ്യും. ഇതുപോലെ ഓരോ ഇന്ററോഗേഷൻ പ്രോബ് വരും. എന്നിട്ട് എന്താണ്? that is going to bind with the complementary bases and then fluorescence is detected accordingly. So ഇങ്ങനെ ഒരു 7 സൈക്കിള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ 7 സൈക്കിൾ നടന്നതിന് ശേഷം എന്താ ചെയ്യാ? ഈ സിന്തസൈസ്ഡ് ന്യൂ സ്ട്രാൻഡ് ഉണ്ടല്ലോ അത് അവിടുന്ന് ഡീനേച്ചർ ആവും. അത് എന്നിട്ട് കട്ട് ഓഫ് അല്ലെങ്കിൽ ക്ലീവ് ഓഫ് ചെയ്യും ഫ്രം ദ ഡബിൾ സ്ട്രാൻഡ് DNA. ഇതാണ് ഫസ്റ്റ് പ്രോസസ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സീക്വൻസിംഗിൽ. ഇത് കഴിഞ്ഞിട്ട് എന്താ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത പ്രൈമറിൽ n നമ്പർ ഓഫ് ബേസസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി അടുത്തൊരു സൈക്കിൾ ഓഫ് സീക്വൻസിംഗിൽ എന്താണ്? പ്രൈമറി സെയിം പ്രൈമറിനെ പക്ഷെ അതിന്റെ ലാസ്റ്റ് ബേസിനെ കളയും. അതായത് n-1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേസ് ആയിരിക്കും ഉപയോഗിക്കുക. ലാസ്റ്റ് ബേസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ബേസ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ നോക്കാം, ഇതാണ് ഇവിടെ വരെയായിരുന്നു n നമ്പർ ഓഫ് പ്രൈമർ അല്ലെങ്കിൽ n നമ്പർ ഓഫ് ബേസസ് ഉള്ള പ്രൈമർ വെച്ചിട്ടുള്ള സീക്വൻസിങ്. അടുത്ത എന്താണ്? n-1 അല്ലെ. സോ n-1 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കാം. സോ പ്രീവിയസ്ലി n നമ്പർ ഉള്ള പ്രൈമർ ഉപയോഗിച്ചപ്പോൾ ഇത് പ്രൈമർ സീക്വൻസ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ എന്താണ്? പ്രൈമർ സീക്വൻസ് അല്ല. ഇവിടെ ഇനി നമ്മുടെ ഇന്ററോഗേഷൻ പ്രോബിലെ ഫസ്റ്റ് ബേസ് അല്ലെ, ഫസ്റ്റ് ബേസ് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് നടത്തും. ബിക്കോസ് പ്രൈമറിന്റെ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ബേസ് കുറവാണ് അല്ലെ. സോ അതനുസരിച്ച് നമ്മുടെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഇന്ററോഗേഷൻ പ്രോബ് വന്ന് ഇവിടെ ബേസ് പെയറിംഗ് നടത്തും. സോ ഇങ്ങനെ ഓരോ തവണ അല്ലെങ്കിൽ ഓരോ സൈക്കിളിലും പ്രൈമറിന്റെ ഒരു ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പില് ഒരു ബേസ് കുറച്ചു, ഇനി അടുത്ത സ്റ്റെപ്പില് 2 ബേസ് കുറയ്ക്കും, പിന്നത്തെ സ്റ്റെപ്പില് 3 ബേസ് കുറയ്ക്കും. ഇതുപോലെ ഓരോ ബേസ് കുറച്ച് അല്ലെങ്കിൽ 3 ബേസസ് കുറച്ച് അല്ലെങ്കിൽ 2 ബേസസ് കുറച്ച് 1 ബേസസ് കുറച്ച് അങ്ങനത്തെ അത്രയും ലെങ്ത് ആയിട്ടുള്ള പ്രൈമേഴ്സ് വെച്ച് 7 വട്ടം അല്ലെങ്കിൽ 7 സൈക്കിൾ ഓഫ് സീക്വൻസിങ് ചെയ്യും. സോ ഇങ്ങനെ പല സീക്വൻസ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് എത്രയും ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും അല്ലെ. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. അവിടെ നമുക്ക് ഡാറ്റ അനാലിസിസ് എങ്ങനെയാണ് റിസൾട്ട് കാണുന്നത് കാണാം. സോ നമ്മളിത് കണ്ടു അല്ലെ ലാസ്റ്റ് സ്ലൈഡ്സില്. പ്രൈമർ വന്നു, ബൈൻഡ് ചെയ്തു, അതിനുശേഷം എന്താണ്? ഒരു ഇന്ററോഗേഷൻ പ്രോബ് വന്നു. ഫസ്റ്റ് പ്രോബ് ബേസ്ഡ് ഓൺ കോംപ്ലിമെന്റാരിറ്റി ബേസ് പെയറിംഗ് നടക്കും, DNA ലൈഗേസ് എൻസൈം വരും, അവിടെ എന്താണ്? ലൈഗേഷൻ നടക്കും. അവസാനത്തെ 3 ബേസസ് അലോങ് വിത്ത് ഫ്ലൂറസെന്റ് ഡൈ റിലീസ് ആവും, ഫ്ലൂറസെൻസ് ഡിറ്റക്ട് ആവും. ഈ സെയിം പ്രോസസ്, അതായത് പ്രൈമറിന്റെ എക്സാക്ട് പ്രൈമർ തന്നെ അത്രയും n നമ്പർ ഓഫ് ബേസസ് ഉള്ള പ്രൈമർ വെച്ചിട്ട് ഇത് ഒരു 7 സൈക്കിൾ റിപ്പീറ്റ് ആവും. 7 ടൈംസ് ഇത് റിപ്പീറ്റ് ആവും. അതിനുശേഷം എന്താണ്?
അടുത്ത സെറ്റ് ഓഫ് പ്രൈമർ വരും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1 നമ്പർ ഓഫ് ബേസസേ ഉണ്ടാവുള്ളൂ. അതായത് പ്രൈമറിന്റെ ഒരു ബേസ് കുറയും. ഇതുപോലെ n-2 n-3 നമ്പർ ഓഫ് ബേസസ് ഉള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്ത് സൈക്കിള് റിപ്പീറ്റ് ചെയ്യും. സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെ. ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഓരോ ഔട്ട്പുട്ട് എന്തായിരിക്കും ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ഫ്ലൂറസെന്റ് സിഗ്നൽ വെച്ചിട്ടാണ് നമുക്ക് വരിക. സോ നിങ്ങൾ നോക്കുക, ഇവിടെ ഫസ്റ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് റോ നോക്കുകയാണെങ്കിൽ, ഇതാണ് പ്രൈമർ n ഉള്ള n നമ്പർ ഓഫ് ബേസസ് ഉള്ള പ്രൈമർ വെച്ചിട്ടുള്ള സീക്വൻസ്. ഇവിടെ ഈ ബ്ലൂ ഫസ്റ്റ് രണ്ടെണ്ണം എന്താണ്, ഫസ്റ്റ് പൊസിഷൻ ആൻഡ് സെക്കൻഡ് പൊസിഷൻ കണ്ടോ. ഇവിടെ ഈ രണ്ടെണ്ണമാണ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസസ്. അടുത്ത മൂന്നെണ്ണം എന്താണ്, ഡീജനറേറ്റ് ബേസസ് അല്ലെ. പിന്നെ 6, 7 അടുത്ത കോംപ്ലിമെന്ററി ബേസ്. പിന്നെ 8, 9, 10 എന്താണ്, ഡീജനറേറ്റ് ബേസസ്. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂറസെന്റ് അല്ലെ, ഫ്ലൂറസെന്റ് ടാഗ്സ് കാണാം. ഇവിടെ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. ഇനി എങ്ങനെയാണ് റിസൾട്ട് വായിക്കുക? സോ ഇതായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഈ റിസൾട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സീക്വൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് കാണാം അടുത്ത സ്ലൈഡ്. This is your final sequence based on the fluorescent signal produced as well as we have aligned അല്ലെ. സോ എന്താണ് നിങ്ങൾക്ക് ഇവിടെ 1, 2, 3, 4, 5 different അല്ലെങ്കിൽ 5 sequences ഉണ്ട് അല്ലെ. So these are different sequences based on primers അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്രൈമേഴ്സ് യൂസ്. നമ്മൾ എന്താണ് ആദ്യം ഫുൾ ലെങ്ത് പ്രൈമർ ഉപയോഗിച്ചു, എന്നിട്ട് സീക്വൻസിങ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ അടുത്ത സൈക്കിൾ എന്ത് ചെയ്തു, പ്രൈമറിന്റെ ഒരു സീക്വൻസ് കുറച്ചിട്ട് അല്ലെ n-1 ആക്കിയിട്ട് നമ്മൾ സീക്വൻസിങ് ചെയ്തു. അടുത്ത സൈക്കിൾ ഓഫ് സീക്വൻസിംഗിൽ എന്താ ചെയ്തേ, നമ്മൾ ഉപയോഗിച്ച പ്രൈമറിൽ 2 സീക്വൻസ് കുറവായിരുന്നു, അടുത്തേലോ 3 എണ്ണം, പിന്നെ അടുത്ത സൈക്കിളിൽ 4 എണ്ണം. സോ അതിൽ നിന്ന് കിട്ടിയ സീക്വൻസ് എന്താണ് ചെയ്തത്, align ചെയ്തു അല്ലെ. based on their complementary sequence we have aligned them and now we are going to read the sequence from beginning. so ഇത് അലൈൻ ചെയ്ത് കിട്ടുന്ന സീക്വൻസ് എന്തായിരിക്കും, നമ്മുടെ സിംഗിൾ സീക്വൻസ് കിട്ടുള്ളൂ. that is going to be the complementary strand sequence. so അതനുസരിച്ച് we can derive the template strand sequence. so first നോക്കാം, ഇതാണ് നിങ്ങളുടെ ബീഡ്, അഡാപ്റ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ആൻഡ് നെക്സ്റ്റ് വി ഹാവ് അവർ DNA of interest അല്ലെ. സോ ഇവിടെ പറയുന്നത് ഒരു ബേസ് അല്ലെ, എ ബേസ് ആൻഡ് എ കളർ ഡിഫൈൻ ദ നെക്സ്റ്റ് ബേസ് ഇൻ ദ സീക്വൻസ്. നമ്മളിപ്പോ ഒരു ആദ്യത്തെ ബേസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇഫ് വി ഗെറ്റ് ഫസ്റ്റ് ബേസ് ആൻഡ് ദെൻ വി ക്യാൻ സീ ദ കളർ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദാറ്റ് ബേസ്. അങ്ങനെ ആ കളറും ആ ബേസും കൂടി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ derive the second base in the sequence. നോക്കാം റിസൾട്ട്. സോ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ സീക്വൻസ് അല്ലെ. അഡാപ്റ്റർ സീക്വൻസിന് ലാസ്റ്റ് സീക്വൻസ് എടുക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് ബേസ് എടുക്കുക. അതെന്താണ്, ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടി ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ടി ആണെന്നുണ്ടെങ്കിൽ now we are going to see the sequences. ഈ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ നോക്കാം. So here we have അല്ലെ. So ഇതെന്താണ്, ഇത് ടി ആണെങ്കിൽ definitely this will be A only അല്ലെ, complementary strand. So A ഫസ്റ്റും ഓറഞ്ച് ഫ്ലൂറസെൻസ് തരുന്ന ഒരു കോമ്പിനേഷൻ ഏതാണ് ഇതിലുള്ളത്, എ ഫസ്റ്റ് അല്ലെ, എ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ഫ്ലൂറസെൻസ് ഏതാണ്, എ ജി. സോ സെക്കൻഡ് ബേസ് എന്തായിരിക്കും, ജി ആയിരിക്കും. ജി ഇവിടെയാണെങ്കിൽ ടെംപ്ലേറ്റ് എന്തായിരിക്കും, സി. ഇനി അടുത്തത് നോക്കാം, ഇത് ജി ആണെങ്കിൽ ഇതിന് മുകളിൽ ഒരു അലൈൻ ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലെ, ഇതെന്തായിരിക്കും, ഡെഫിനറ്റ്ലി ഇതും ജി ആയിരിക്കും. ഇതൊക്കെ എന്താണ്, സെയിം സീക്വൻസ് ആണ്. കോംപ്ലിമെന്ററി സ്റ്റാൻഡ് സീക്വൻസ് ഡിഫറെന്റ് പ്രൈമർ ലെങ്ത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചേക്കാണ്. സോ ഇവിടെ ജി ആണെങ്കിൽ ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട് ടെംപ്ലേറ്റ് എന്തായിരിക്കും, സി, സൈറ്റോസിൻ. ഇനി ഇത് ജി ആണ്, റെഡ് ഫ്ലൂറസെൻസ് ആണെങ്കിൽ സെക്കൻഡ് ബേസ് എന്തായിരിക്കും, ജി റെഡ് ഫ്ലൂറസെൻസ്, സി അല്ലെ. സോ ദ നെക്സ്റ്റ് ബേസ് എന്താണ്, സി. ഇത് സി ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്താ, ജി. ഇത് ജി ആണെങ്കിൽ എബോവ് അലൈൻ ചെയ്തിരിക്കുന്ന ഈ സീക്വൻസ് എന്തായിരിക്കും, സി. സി ഫസ്റ്റ് ഗ്രീൻ ഫ്ലൂറസെൻസ് ഏതാണ്, എ, സി എ. നെക്സ്റ്റ് സീക്വൻസ് എന്താണ്, എ. ടെംപ്ലേറ്റിൽ എന്തായിരിക്കും, ടി. ഇതുപോലെ നമ്മൾ ഫുൾ കോംപ്ലിമെന്ററി സ്ട്രാൻഡിന്റെ സീക്വൻസും ആസ് വെൽ ആസ്
we can derive the template strand sequence. ഈ ഇടയിൽ കാണുന്ന ആഷ് കളർ സീക്വൻസ് നമുക്ക് റീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ബിക്കോസ് ദേ ആർ degenerate bases ആണ് അല്ലേ, നമ്മൾ ഇടയിൽ ആഡ് ചെയ്ത് കൊടുത്തതാണ്. നമ്മുടെ 8 mark പ്രോബിൽ ഉണ്ടായിരുന്നു, അത് നമ്മുടെ സീക്വൻസ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. ഈ കളേർഡ് അല്ലെങ്കിൽ ഫ്ലൂറസെൻസ് മാത്രമാണ് നമ്മുടെ കോംപ്ലിമെന്ററി ബേസിസ്. അക്കോർഡിംഗ്ലി ഓൺലി വി ഹാവ് ടു റീഡ് അല്ലെങ്കിൽ ഡീകോഡ് അവർ DNA ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത്ര മനസ്സിലായോ? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് അബൌട്ട് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് അവർ ടെക്നിക്. നമുക്ക് പറയാം അഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഹൈ ആക്യുറസി ആണ് നമ്മൾ പറയുന്നത്. ഹൈ ആക്യുറേറ്റ് ബിക്കോസ് നമ്മൾ പറഞ്ഞു ഓരോ സൈക്കിളും 7 times റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അത്രത്തോളം സീക്വൻസ്. ആൻഡ് ഓൾസോ n-1 അല്ലെങ്കിൽ n-1, n-2, n-3 and so on. നമ്പർ ഓഫ് ലെങ്ത് ഉള്ള ഡിഫറെന്റ് പ്രൈമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ സീക്വൻസ്. സോ അതുകൊണ്ട് നമുക്ക് പറയാം സോളിഡ് ടെക്നിക് അല്ലെങ്കിൽ സോളിഡ് DNA sequencing method is highly accurate, around 99.999% accurate ആണ് പറയുന്നത്. And it's a high throughput technique ആണ്. And scalability ഉണ്ട് because we are using high density of beads അല്ലേ. That much amount of DNA sample can be sequenced, and we can see that this method is inexpensive. And what about the disadvantages? ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദിസ് ടെക്നിക്കിൽ റീഡ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത് കിട്ടുന്നത് വെരി ഷോർട്ട് ആണ്. അപ്പോൾ കുറച്ച് ചില ആപ്ലിക്കേഷൻസിൽ കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഷോർട്ട് ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് ലെങ്ത് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ആയ കാരണം. ആൻഡ് വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാലൻഡ്രോമിക് സീക്വൻസുകൾ ഉണ്ടാവും അല്ലേ. അതായത് ഏത് ഡയറക്ഷനിൽ വായിച്ചാലും, അതായത് ഈ ഫോർവേഡ് ആണെങ്കിലും റിവേഴ്സ് ഡയറക്ഷനിൽ വായിച്ചാലും ആ സീക്വൻസ് എന്തായിരിക്കും, എക്സാക്ട്ലി സിമിലർ ആയിരിക്കും. സോ അങ്ങനത്തെ പാലഡ്രോമിക് സീക്വൻസ് നമുക്ക് സോളിഡ് ടെക്നിക് വെച്ച് സീക്വൻസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ പാലഡ്രോമിക് സീക്വൻസിൽ ഹെയർപിൻ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ ടെൻഡൻസി കൂടുതലാണ്. സോ ഹെയർപിൻ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ സീക്വൻസിങ് അല്ലെങ്കിൽ സോളിഡ് സീക്വൻസിങ്ങിന്റെ മെത്തേഡ് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഇത്രയാണ് നമ്മുടെ സോളിഡ് സീക്വൻസിങ് മെത്തേഡ്. Hope you all understood. Thank you.